തിരുവനന്തപുരം തമ്പാനൂരിൽ യുവതിയെ കഴുത്തറുത്ത് കൊലപ്പെടുത്തിയ ശേഷം ഒപ്പമുണ്ടായിരുന്ന യുവാവ് ആത്മഹത്യ ചെയ്ത നിലയിൽ. പേയാട് സ്വദേശി കുമാരൻ, ആശ എന്നിവരെയാണ് ബസ് സ്റ്റാൻഡിനോട് ചേർന്ന ലോഡ്ജിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പലതവണ ഹോട്ടൽ ജീവനക്കാർ മുറിയിൽ മുട്ടി വിളിച്ചിട്ടും വാതിൽ തുറക്കാത്തതിനെ തുടർന്ന് പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു. വിളപ്പിൻശാല സ്വദേശിയായ ആശയെ കട്ടിലിന് താഴെ കഴുത്തറുത്ത നിലയിൽ രക്തത്തിൽ കുളിച്ചു കിടക്കുന്നതായാണ് കണ്ടത്. പേയാട് സ്വദേശിയായ കുമാരനെ തൂങ്ങി മരിച്ച നിലയിലും കണ്ടെത്തി. സ്വകാര്യ ചാനലിൽ ലൈറ്റ് അസിസ്റ്റന്റാണ് മരിച്ച കുമാരൻ. വിവാഹമോചിതനായ കുമാരൻ 10-ാം തീയതിയാണ് ലോഡ്ജിൽ മുറിയെടുത്തത്. പോലീസ് എത്തി ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തീകരിച്ചു. ഇരുവരുടെയും മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിനായി മാറ്റി. കൂടുതൽ വിവരങ്ങൾ അന്വേഷിച്ചു വരുന്നതായി പോലീസ് അറിയിച്ചു. ലോഡ്ജിൽ 204 റൂം നമ്പർ താമസിച്ചിരുന്ന ആള് ഓപ്പൺ ചെയ്യുന്നില്ല പറഞ്ഞിട്ട് ഒരു വിവരം കിട്ടിയിട്ട് ഡോർ ഓപ്പൺ ചെയ്ത സമയം 2 മൃതദേഹങ്ങളാണ് കണ്ടെത്തിയത്. അന്വേഷിച്ചിട്ട് മനസ്സിലായത് ഒരു 51 വയസ്സുള്ള ഒരു കുമാരന്, ഒരു 42 വയസ്സുള്ള ഒരു ആശ, 2 പേര് പേയാട് സ്വദേശികളാണ്. ഈ 2 പേർ മൃതദേഹങ്ങളാണ് റൂമിൽ കണ്ടെത്തിയത്. സയൻറ്റിഫിക് ടീം, ഫിംഗർ പ്രിൻറ്റ് ടീം, ഡോഗ് സ്ക്വാഡ്, ഫോട്ടോഗ്രാഫർ ഇവിടെ എത്തി. ഇൻക്വസ്റ്റ് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞിട്ട് മാത്രമാണ് നമുക്ക് പറയാൻ പറ്റുള്ളത് ഇതൊരു ഡബിൾ സൂസൈഡ് കേസാണോ ഓരോ ഹോമിസൈഡ് സൂസൈഡ് കേസാണോ എന്ന്. കുമാരന്റെ അയൽവാസിയാണ് ആശയെന്നാണ് സൂചന. കഴിഞ്ഞ ദിവസം രാത്രിയോടെ ആശയെ കാണാനില്ലെന്ന് കാട്ടി ഭർത്താവ് പോലീസിൽ പരാതി നൽകിയിരുന്നു. അമൃത ന്യൂസ്, തിരുവനന്തപുരം.